ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡിലുള്ള കൺട്രോൾ എസ് തൊട്ടിട്ടുള്ള ഷോർട്ട് കട്ട് കീസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 വരെ ഉള്ള ഡിസ്കസ് ചെയ്തിരുന്നു ഷോർട്ട് കട്ട് കീസ്. അടുത്ത് കൺട്രോൾ പ്ലസ് എസ് ഉപയോഗിക്കുന്നത് ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാനായിട്ടാണ് കൺട്രോൾ പ്ലസ് എസ് ഉപയോഗിക്കുന്നത്. അടുത്ത് കൺട്രോൾ പ്ലസ് ടി ഉപയോഗിക്കുന്നത് ഹാങ്ങിങ് ഇൻഡൻറ്റ് കൊടുക്കാനായിട്ടാണ്. അത് നമ്മൾ ഇൻഡൻറ്റ് എന്താണ് അതിൽ നമ്മൾ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻഡൻറ്റേഷൻ, അതായത് ഹാങ് ഇൻഡൻറ്റേഷൻ കൊടുക്കാനാണ് കൺട്രോൾ പ്ലസ് ടി ഉപയോഗിക്കുന്നത്. അടുത്ത് കൺട്രോൾ പ്ലസ് യു ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അറിയണം, അതിന് അണ്ടർലൈൻ കൊടുക്കണം. അണ്ടർലൈൻ കൊടുക്കാനാണ് കൺട്രോൾ പ്ലസ് യു ഉപയോഗിക്കുന്നത്. അടുത്ത് കൺട്രോൾ പ്ലസ് ബി ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് പേസ്റ്റ് ചെയ്യാനായിട്ടാണ്. നമ്മളിപ്പോൾ കോപ്പി ചെയ്തതോ അല്ലെങ്കിൽ കട്ട് ചെയ്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡ് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ടാണ് കൺട്രോൾ പ്ലസ് ബി ഉപയോഗിക്കുന്നത്. അത് കൺട്രോൾ പ്ലസ് ഡബ്ല്യു ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്റ് കറണ്ട് ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യാനായിട്ടാണ് കൺട്രോൾ പ്ലസ് ഡബ്ല്യു ഉപയോഗിക്കുന്നത്. അടുത്ത് കൺട്രോൾ പ്ലസ് എക്സ് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന പാരഗ്രാഫോ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ പ്ലസ് എക്സ്. അടുത്ത് കൺട്രോൾ പ്ലസ് വൈ ഉപയോഗിക്കുന്നത് റീഡ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു, നമുക്കത് വേണ്ട, അപ്പോൾ നമ്മളത് അൺഡു ചെയ്തതിന് വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് റീഡ് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ പ്ലസ് വൈ. അടുത്ത് കൺട്രോൾ പ്ലസ് ഇസഡ് ഉപയോഗിക്കുന്നത് അൺഡു ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പാരഗ്രാഫോ നമുക്ക് വേണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൺട്രോൾ ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ അൺഡു ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.